കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ കടലേറ്റമാണ്. കടപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നേരത്തെ കടപ്പുറത്തിന് സമീപമുള്ള നഗരസഭാ ആസ്ഥാനത്ത് അവിടെ ഫ്രണ്ട് ഓഫീസിലെ ഗ്ലാസ് ഡോർ കനത്ത കാറ്റിൽ തകരുന്നതിന്റെ ദൃശ്യമുണ്ടായിരുന്നു. അവിടെ നേരത്തെ അവിടെ നഗരസഭാ പ്രതികളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ആ ബീച്ചിലാണ്. അവിടെ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നതാണ് രാഹുൽ കെ വി അവിടെ നിന്ന് പങ്കുവയ്ക്കുന്ന വിവരം. കോഴിക്കോട് കടപ്പുറത്ത് കടലേറ്റം രൂക്ഷമാണ്. തീരത്തിറങ്ങിയവരെ പോലീസ് ഒഴിപ്പിക്കുന്നു. തട്ടുകടകൾ കരയിലേക്ക് മാറ്റുകയാണ് ജീവനക്കാർ. രാഹുലുണ്ട്. രാഹുൽ, ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാമെന്ന് കരുതുന്നു. സാധാരണ എല്ലാവരും എപ്പോഴും വലിയ തിരക്കുള്ള ഒരു ബീച്ചാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട്ടെ ബീച്ച്. വലിയ രസമുള്ള ബീച്ചുമാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ കടകളൊക്കെ മാറ്റുന്നത് കാണാം. അത്രത്തോളം വലിയ കടലേറ്റമാണോ? അപ്രതീക്ഷിതമാണോ? അസാധാരണമാണോ? രതീഷ്, അതായത് കടലിപ്പോൾ ഏകദേശം 10 മീറ്ററിലധികം ഏറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണ തിരയടിച്ചു വരുന്ന അവിടെ നിന്ന് അതിലധികം 10 മീറ്ററോളം തീരത്തേക്ക് കയറി കഴിഞ്ഞു. റെഡ് അലേർട്ട് നിലനിൽക്കുന്നതിനാൽ ബീച്ചുകളിലേക്ക് സഞ്ചാരത്തിന് ആളുകൾ വരരുത് എന്ന കർശന നിർദ്ദേശം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചതാണ്, അപകട സാധ്യത ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ലംഘിച്ചും കുറച്ച് ആളുകൾ എത്തി. സാധാരണ കോഴിക്കോട് ബീച്ച് നല്ല തിരക്കാണ്, അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും 100-ലധികം ആളുകൾ തീരത്തേക്ക് വന്നു എന്നതാണ്. അവരെയാണിപ്പോൾ പോലീസ് ഇടപെട്ട് തീരത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത്. കർശനമായി പോകാൻ മടിക്കുന്ന ആളുകളെ ലാത്തിവീശി അടക്കമാണ് മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഇവിടെയുള്ള കടകളെല്ലാം തന്നെ ഈ കടലിങ്ങനെ വെള്ളം കയറി വരുന്നത് കൊണ്ട് പരമാവധി കരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി കൂടിയാണ് ഇവിടെയുള്ളത്. നേരത്തെ മുതലേ കടലിങ്ങനെയാണോ? ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് കടൽ ഇത്ര രൂക്ഷമായത്. അപ്പോൾ അപ്പോഴൊക്കെ ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവനൊക്കെ ആളുകൾ ഞങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാരെ ഇടപെട്ടിട്ട് എല്ലാവരും മുകളിലേക്ക് മാറ്റിയതാണ്. ഇപ്പോൾ ഒന്നും കൂടി ശക്തി കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കടൽ പിൻവലിയുന്ന ടൈമാണ്. അതിനുള്ളിൽ പിൻവലിച്ചാൽ ഇപ്പോൾ ഉള്ള എല്ലാ വാഹനങ്ങളും തട്ടുകടകളൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പരിശോധിക്കണം. പ്രധാനത ഇവിടെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ കടകൾ ഇങ്ങനെ നിരനിരയായിട്ടുണ്ട്. അതൊക്കെ മാറ്റിയതാണോ? എല്ലാ കടകൾക്കും അപ്പം നിങ്ങൾ കണ്ടില്ല, നമ്മളെല്ലാ കടകളും എൻ്റെ മുതൽ എൻ്റെ വരെയുള്ള കടകളൊക്കെ മാറ്റി. അതിൽ ഒരുപാട് കടകൾ ബിയിലും മറ്റു സാധനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പിന്നെ ഒരു വാഹനം ഒന്നായിട്ട് മറിഞ്ഞു പോയിട്ടുണ്ട്. ആ വാഹനത്തിലുണ്ടായിരുന്ന 24ഓളം കുപ്പി മറിഞ്ഞുപോയി. ഉപ്പിലിട്ട വണ്ടിയിലാണ്. അത് മുഴുവൻ കുപ്പി സാധനങ്ങൾ മുഴുവൻ പൊട്ടിപ്പോയി. അതെല്ലാം കൊണ്ടുകുത്തി കുഴിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങളവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഇത് ഇനിയും രൂക്ഷമാണെങ്കിൽ ഇനിയും മുകളിലേക്ക് പോകാനുള്ള സ്ഥലമില്ല. കടൽ വാഹനങ്ങൾ മുന്നിൽ മുകളിലേക്ക് കയറ്റി വെക്കാൻ ഇനിയും സ്ഥലമില്ല. ഇപ്പോൾ ഏകദേശം റോഡ് എത്താനായി കടലിൽ കയറുന്നത്. 20 മീറ്ററിലും കൂടുതൽ കടലിൽ ഇപ്പോൾ കയറിക്കുന്നത്. 20 മീറ്ററിലധികം കയറിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 20 മീറ്റർ പുറകിലായിരുന്നു ഇന്നലെ വരെ കടലുണ്ടായിരുന്നു. ഇന്നലെ കടൽ രൂക്ഷമാണെങ്കിലും കടൽ പുറകിലായിരുന്നു. ഇന്ന് കടൽ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. വലിയ കാറ്റാണ്. കടലിനേക്കാൾ പ്രശ്നം കാറ്റുകൊണ്ടാണ് ആ വാഹനം മറിഞ്ഞത്. ഒരു വണ്ടി തട്ടുകൊണ്ട് മറിഞ്ഞത്. അതുകൊണ്ട് അതിൽ 24 കുപ്പിയും അതിൽ ഉപ്പിലിട്ട സാധനങ്ങളായിരുന്നു. അത് മുഴുവൻ നശിച്ചു. എല്ലാ കുപ്പിയും പൊട്ടി. എല്ലാം മറ്റേ കൊണ്ടുത്തി കുഴിച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് വരുന്നത്. ഈ റെഡ് അലർട്ട് ആയതുകൊണ്ട് ആളുകൾ തീരത്തേക്ക് വരേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ 99% ആളുകളും ബീച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പാണ് പോലീസ് വന്നിട്ട്. അതുവരെ ഞങ്ങളാണ് ഈ ഫാമിലിനെ കുട്ടികളെ കടലിൽ കളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളാണ് ഒച്ചടിട്ട് മുകളിലേക്ക് കയറ്റി അയക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് പോലീസ് വന്നപ്പോൾ എല്ലാവരും ഓടിച്ചതാണ്. റെഡ് അലർട്ടിൻ്റെ ഒരു ഇതും ഇവിടെ നിയന്ത്രണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ബീച്ചിൽ ഉണ്ടായിട്ടില്ല. കച്ചവടക്കാർ ആരെങ്കിലും റോഡ് സൈഡിലെ തട്ടുകട പോലും തുറന്നാൽ അത് വന്ന് ബലം പ്രയോഗിച്ച് പൊട്ടിക്കാന്നല്ലാതെ ബീച്ചിലേക്ക് വരുന്ന ആളുകളെ ഇതുവരെ നിയന്ത്രിച്ചിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് പോലീസ് വന്നിട്ട് ആളുകളെ നിയന്ത്രിക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഇങ്ങനെ കടലിങ്ങനെ കയറിയിട്ട് അടുത്ത നാളുകളിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു 2-3 വർഷമായി. 3 വർഷം മുന്നെയാണ് ഇത്രയും അധികം കയറിയത്. രാവിലെ ഞാൻ 7 മണിക്ക് 6 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കടലിലേക്ക് ഞാൻ കണ്ടത് അതിൽ 10-25,000 രൂപ നഷ്ടമുപ്പിക്ക് എന്തായാലും ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാൻ വിളിച്ച് അപ്പം തന്നെ മെസ്സേജ് കൊടുത്ത എല്ലാവർക്കും. ഇങ്ങനെ നമ്മളെ കച്ചവടക്കാരാണ്, ഞാൻ ഇവിടുത്തെ കച്ചവടക്കാർ. അപ്പം ഇവിടുത്തെ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, വണ്ടി മറിഞ്ഞു പോയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ അവർ വന്ന് വണ്ടി ക്ലിയറാക്കി സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് ചെയ്ത്. ഇപ്പം രണ്ടാമത്തെ കടലിൽ കയറ്റത്തിന് പിന്നെയും മെസ്സേജ് അയച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കയറ്റുന്നത്. രതീഷ്, ഇങ്ങനെ തന്നെയാണ് കോഴിക്കോട് കടപ്പുറത്തെ സ്ഥിതി. മഴ പൊതുവിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മേഖല പ്രക്ഷുബ്ധമാണ്. കടലേറ്റം രൂക്ഷമാണ്. അവരൊക്കെ പറഞ്ഞത് കോഴിക്കോട് മഴ കനക്കുകയാണ്. ബീച്ചിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബീച്ചിലെ കടലേറ്റത്തിന്റെ സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള കടകൾ ഒഴിപ്പിക്കുകയാണ്. പോലീസ് ഇടപെടുകയാണ്. അപകടകരമായ സ്ഥിതിയാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടെ ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും പോലീസിന്റെ ഉൾപ്പെടെ നൽകുന്ന പങ്കുവയ്ക്കപ്പെടുന്ന വിവരങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.